ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്നസ് അജിത് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുമ്പം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, ബേബിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ വരുന്നതും കാര്യങ്ങളൊക്കെ കൂടി ആയിട്ട് ഒരു വ്ളോഗ് പോലെ എടുക്കാമല്ലോ. അപ്പോൾ നമ്മളിന്ന് മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉച്ചക്കലേക്ക് ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേക്കും അവരെത്തും. പിന്നെ മധുരത്തിന് പായസം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കാണിച്ചിട്ട് ഒരു കുട്ടി വ്ളോഗ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആദ്യം ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കണമല്ലോ നല്ലത്, ഒരു ഡെയിലി നോർമൽ വ്ളോഗ് കാണിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതേ മന്തി ഉണ്ടാക്കാനുള്ള മസാല ഒക്കെ ഇവിടെ ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ആദ്യം തന്നെ നമ്മളെ സേമിയ പായസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇരുന്നിട്ട് ഒന്ന് തിക്കായിട്ടുണ്ട്. നമ്മൾ എടുക്കണ സമയത്ത് ഒന്നും കൂടി ഒന്ന് പാൽ ഒഴിച്ചിട്ട് ഇത്തിരി ലൂസാക്കേണ്ടി വരും തോന്നുന്നു. അപ്പോൾ അവരൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതേ അയിൻ ബേബിക്കും റുവ ബേബിക്കും മാറ്റാനുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ട്. മന്തി, പിന്നെ അതിലേക്കുള്ള ഈ ഒരു തക്കാളി ചട്നി, അതേപോലെ തന്നെ പായസം ഓൾ സെറ്റാണ്. ഇനി അവർ വന്നാൽ മതിയിട്ടാ. അവരെല്ലാവരും എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കണ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നേരെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേ നമ്മളെ മന്തിയൊക്കെ വിളമ്പാണ്. അങ്ങനെ ടേബിളിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ മുൻപും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ധ്രുവ ബേബി എന്ന പേര്. അപ്പോൾ റുവാടെ ഈ ഒരു ഊഞ്ഞാല് കണ്ടപ്പം ബേബിനെ ഇരുത്തി നോക്കിയതാണ്. അപ്പോൾ ബേബിക്ക് നല്ല ഇഷ്ടപ്പെട്ടേക്കണം കേട്ടോ അതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ യൂനസും സീനും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ പിന്നെ നമ്മളെല്ലാവർക്കും കൂടിയിട്ട് പായസം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പായസമൊക്കെ ഒഴിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അയിൻ ബേബി ഈ നേരം വരെയും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. റുവയും ആദ്യം ഉറങ്ങിയിരുന്ന അവരൊക്കെ വന്നപ്പോൾ പിന്നെ എണീച്ചതാണ്. അപ്പോൾ അയിൻ ബേബിനെ എടുത്തിട്ട് ഇത് യൂനസ് മടിയിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ജന്ന ബേബി ഇതേ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ, ടോയ്സൊക്കെ ആയിട്ട്. പിന്നെ ഇവർ താത്താടെ അടുത്തും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയല്ലേ താത്താടെ വീടുള്ളത്. അപ്പോൾ അവിടെയും കൂടിയും പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പോവാണ്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് ജസ്റ്റ് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് താത്താടെ അവിടെ പോയി വന്നിട്ട് പിന്നെ സെജീർക്കയും ഫാമിലിയൊക്കെ പോയി. പിന്നെ യൂനസും സീനും കുട്ടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കുറച്ച് ടൈമൊക്കെ വർത്താനം പറഞ്ഞ് നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോകണുള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ അളിയൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ കണ്ടപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ റുവ ബേബിനെയും ജന്ന ബേബിനെയും കൂടിയിട്ട് അളിയനെ ഒന്നിച്ചെടുക്കുന്നുണ്ട്. റുവ സാധാരണ ആരെടുത്തേക്കും പോകാത്തതാണ്. ഇന്ന് ഇക്കാടെ അടുത്തേക്കും അളിയൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ ജന്ന ബേബിക്ക് ഇതേ കേക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ നല്ല കുട്ടിയായിട്ട് അതൊക്കെ തിന്നുണ്ടായിരുന്നു. റുവമോളും അതേ കേക്കൊക്കെ കഴിക്കുന്നുണ്ട്. റുവ പിന്നെ TV-യിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ വിളിക്കുമ്പോഴൊന്നും കേൾക്കാണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവരും ഇറങ്ങിയിട്ടാണ്. നമുക്ക് ഇന്ന് ഇവരൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. ഇത് സെജീർക്ക ആൻഡ് ഫാമിലി കൊണ്ടുവന്നാണ് അൺബോക്സ് ചെയ്യാൻ പോണത്. Wow,
സർപ്രൈസ്. ആദ്യായിട്ടാണ് എന്നാ ഇക്കോലും എടുത്തന്നില്ല എന്ന് പറയടി. ഇത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത ബോക്സ് എടുക്കാൻ പോകണ്ട. തുറന്നോക്ക്, I think it's for Rua. ഇത് ബേബി വലുതോക്കിട്ട് എടുത്തായിരിക്കും. അതെ കാണുന്നുണ്ടാ? നീ നോക്ക്, ഈ കവറിൽ എന്താ നോക്കാറു? ഇതിലെന്തൊക്കെ സാധനങ്ങളുള്ളത്? ചിപ്സ്, ബിസ്ക്കറ്റ്, വേറൊരു സാധനം കഴിച്ചെണ്ണ നെട്ട്. അത് 2 ടൈപ്പ്. ഇത് പിസ്താഷ്യോ കുനാഫ, ഇത് കുക്കി കുനാഫ. പീക്കൻ നെറ്റ് കുനാഫ, ഹേസൽനട്ട് കുനാഫ. ഇതൊരു ചോക്ലേറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചില്ലേ? റുവാക്ക് കൊറേ ചോക്ലേറ്റ് കിട്ടിയാ റുവ ബേബി. വാവ്, ഉമ്മമാക്കൊക്കെ തരുന്നുണ്ട് കേട്ടാ. കൊറേ ഉണ്ട്, ഉമ്മമാക്കും എല്ലാവർക്കും കൊടുക്കാം. നല്ല കുട്ടിയാണ് കേട്ടാ. പറഞ്ഞോ റുവ. ഇതൊക്കെ അടുത്ത പെട്ടിയിൽ എന്താ നോക്കി നോക്കിയേ. ഇതൊക്കെ മാറ്റി വെക്ക്. ഓ ദേ ബേബിക്ക് ഓപ്പൺ ആക്ക് റുവ. അല്ല റുവ ബേബി, അതിലെന്തുള്ളത്? കൊറേ സാധനങ്ങളായിട്ട് സ്മോൾ ആയിട്ടുള്ളതല്ലേ. സോക്സ്, അത് ക്യാപ്പ്. അതെന്താ? പാന്റ്. ഇതിങ്ങനത്തത് അല്ലേ? റുവ ബേബിക്ക് എന്താ നോക്കിയ റുവ ഇതിൽക്കാ നോക്കണത് അതിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടിൽ ദെൻ ടാറ്റ ബൈ, ടേക്ക് കെയർ.